തമിഴ്നാട്ടിൽ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുന്നു. ഇപ്പോൾ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടെയാണ്. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட சி. ஜோசப் விஜய் எனும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் இறையாண்மையையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் நான் மேற்கொள்ள இருக்கும் கடமையை நேர்மையுடன் நிறைவேற்றுவேன் என்றும் உளமாற உறுதி கூறுகிறேன். സ്ഥാനത്തേക്ക് കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് വിജയ്. തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 234 എംഎൽഎമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ഷബീൻ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷബീൻ, ഇപ്പോൾ വിജയുടെ കൂടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ? ജിൽസി, വിജയ് MLA ആയി കൂടി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ബാക്കി MLAമാരുടെ സത്യപ്രതിജ്ഞ, നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ്. 234 അംഗങ്ങളാണ് സഭയിലുള്ളത്. വിജയുടെ 2 സീറ്റിൽ മത്സരിച്ച വിജയുടെ ഒന്ന് കുറച്ചാൽ 233 MLAമാരായിരിക്കും ഇന്ന് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുക. ഷോളവന്തൻ MLA കുറുപ്പയ്യ പ്രോട്ടൈം സ്പീക്കർ, അദ്ദേഹമാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. തീർച്ചയായിട്ടും തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഒരു പുതുയുഗ പിറവിയായിരിക്കും സംഭവിക്കുക എന്ന് വിജയ് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം തന്നെ വലിയ വിവാദങ്ങൾ തമിഴ്നാട്ടിൽ തുടക്കം കുറിച്ചിരുന്നു. ഖജനാവ് കാലിയാക്കിയാണ് DMK സർക്കാർ പോയത് എന്ന കടുത്ത വിമർശനം വിജയ് ഉന്നയിച്ചിരുന്നു. അതിന് അതിശക്തമായ മറുപടി സ്റ്റാലിൻ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ തുടരണം എന്ന് സ്റ്റാലിൻ ആവശ്യപ്പെടുകയും രൂക്ഷമായ വിമർശനം വിജയ്ക്കെതിരെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെയാണ് മന്ത്രിസഭ അധികാരമേറ്റത്. വിജയ് മുഖ്യമന്ത്രിയായും 9 മന്ത്രിമാരും ഇന്നലെ അധികാരമേറ്റിരുന്നു. വിജയ് അധികാരമേറ്റ ഉടൻ തന്നെ സുപ്രധാനമായ 3 പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. 200 യൂണിറ്റ് വൈദ്യുതി എല്ലാവർക്കും സൗജന്യമായി 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 2 മാസത്തിന് 200 യൂണിറ്റ് വൈദ്യുതി ഇളവ് നൽകിയിരുന്നു, സൗജന്യമായി നൽകിയിരുന്നു. അതേപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് സിംഗപ്പൺ എന്ന് പറയുന്ന പ്രത്യേക സേന രൂപീകരിക്കുന്നത് തീരുമാനിച്ചിരുന്നു. അതേപോലെ തന്നെ സംസ്ഥാനത്തുടനീളം ലഹരി വിരുദ്ധ പ്രത്യേക സ്ക്വാഡുകൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇന്നലെ മന്ത്രിസഭ അധികാരമേറ്റ ഉടനെ തന്നെ തീരുമാനിച്ചത്. ഇന്ന് MLAമാരുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ്. നാളെയായിരിക്കും സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തെരഞ്ഞെടുക്കുക. ജിൽസി, ശരി, ഷബീനാണ് വിവരങ്ങൾ നൽകിയത്. സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് கடமையை நேர்மையுடன் நிறைவேற்றும் என்று கடவுளறிய உறுதி கூறுகிறேன்.